പോരണോ? ഞാൻ പോയി സ്കൂൾക്ക്. രണ്ടാളും മാറ്റിട്ടോ, സെറ്റായി. ചിറ്റി അടിച്ച് സിംഗിളായി പോണം അല്ലേ അജ്മോളെ? ഞങ്ങളൊന്നും കൂട്ടാൻ പാടില്ല. കണ്ടോ? ഹലോ ഗൈസ്, അജ്മോൾ വാ. അന്നെ കണ്ടിട്ടില്ലല്ലോ. കെഞ്ച, നമ്മളിപ്പോ കെഞ്ചന്റെ വീട്ടിലാണ് ഗൈസ്. നമ്മൾ എടുക്കാൻ പോകുന്നത്. ഞാൻ പറയും സ്റ്റോക്ക് പോവാണ്. അപ്പൊ സെറ്റല്ലേ? നിങ്ങൾ ബാഗൊക്കെ നിങ്ങൾ എടുക്കണത് കൊള്ളാം. സിംഗിളെന്നെ പിടിച്ചോണ്ടേ കേട്ടോ. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറി വന്നിക്കാണ്. നമ്മള് നെക്സ്റ്റ് പോവാന്നാ പ്ലാന്. ഇനി പ്ലാന് മാറുമോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ ഒരാൾ ബാഗ് ഇട്ടപ്പോൾ മറ്റൊക്കെ ബാഗ് വേണം. അപ്പൊ നമ്മളിനി ഇവിടുന്ന് വണ്ടിയൊക്കെ വിളിച്ച് ബസ്സിനാണ് പോവാൻ പ്ലാനില്ല. ദിവസിയെ ആ വണ്ടിമ കൊള്ളൂല, വണ്ടിമ പറ്റൂല. നെയ്സു ഇതാ ഇവിടെ. അപ്പം എല്ലാവരും മാറ്റി സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ പെരിന്തൽമണ്ണ ബസ് കയറി നമ്മൾ കുറച്ച് ദൂരെ പോകാണ്ടായതുകൊണ്ട് അധികമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം പോകാണ്ടായതുകൊണ്ട് അജിമോളോടും കെഞ്ചനോടും ഞാൻ കരുതി കൂട്ടിയിരിക്കാൻ പറഞ്ഞിരിക്കണ്. ഫ്രണ്ടിൽ നല്ല പിടിച്ചിരിക്കാനൊക്കെ പറഞ്ഞിരിക്കണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഒരു ആവലാതിയാണ്, ഒരു പേടിയൊക്കെയാണ്. എന്താണെന്നറിയില്ല എനിക്ക്. അങ്ങനെ ഏറെക്കുറെ പേടിച്ച് വിറച്ച് ഞങ്ങൾ ആ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി പിന്നെ അവിടുന്ന് ഓട്ടോ വിളിക്കണം. അങ്ങനെ ഓട്ടോ തിരഞ്ഞുള്ള യാത്രയിൽ ഞങ്ങൾക്ക് ലാസ്റ്റ് ഓട്ടോ കിട്ടി. ഞങ്ങളങ്ങനെ ഓട്ടോയിൽ കയറി. അപ്പോൾ വലിയ രണ്ടാളും തെറ്റി. ഒരു ദിവസം 20 വട്ടം തെറ്റുന്ന ആൾക്കാരാണ് ഈ രണ്ടാളും. അങ്ങനെ ഒരു രണ്ടാളും തെറ്റിക്കണു. തെറ്റരുതെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു തെറ്റിക്കണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ തെറ്റിയിട്ടൊന്നുമില്ല, ഞങ്ങളല്ല ഇതിൽ തന്നെയാണ് ഇരിക്കണതൊക്കെ കേട്ടോ. ഇനി ഇവല് കാരണം ഞങ്ങൾ തെറ്റാതിരുന്നാൽ മതി. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും പിന്നെ കൂടിയാൽ പിന്നെ വർത്താനം അങ്ങോട്ട് നിർത്തൂല. ഓൾ ഇന്നെക്കാളും ചെൽക്കൂട്ടോ എന്നോട്. അങ്ങനെ ഞങ്ങൾ രണ്ടോളും ചലിച്ച് അവസാനം നെസ്റ്റോയിലെത്തി ഗൈസ്. അങ്ങനെ നെസ്റ്റോയിലെത്തിയതിനു ശേഷം പിന്നെ ഞങ്ങൾ ഇവലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കണേ. അപ്പോൾ തന്നെ ചാടിക്കളിയൊക്കെ തുടങ്ങി. നെയ്സ് പിന്നെ ബസ്സിൽ തന്നെ ഉറങ്ങിക്കണം. അതുകൊണ്ട് നെയ്സ് പിന്നെ അലമ്പൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. സുഖമായിട്ട് കിടന്നുറങ്ങാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് കയറി മേലേക്ക് പോകാൻ വേണ്ടി പോവാണ് ഗൈസ്. എങ്ങനെയുണ്ട്? സൂപ്പർ. പോലെ തെറ്റൊക്കെ മാറിട്ടോ, സെറ്റ് ഇങ്ങനെയുണ്ട്. ഞങ്ങൾ ഡ്രസ്സിന്റെ സെക്ഷൻക്കാ നേരെ വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വരേണ്ടതും. എന്താടി ഈ പാടെ പോയി തൊടുകയാണ്? എന്താണ് പറ്റുന്ന കഥ? നേരെ ഡ്രസ്സിയെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ വരേണ്ടതും. നല്ല ഡ്രസ്സാണോ, കണ്ണ് തള്ളിപ്പോകും ഗൈസ്. അടിപൊളി കളക്ഷൻസ് ആണോ. ഫ്രോക്കും ലേഡീസിന്റെ അധികം ഉള്ളു അല്ലേ? കിഡ്സിന്റെ സെക്ഷനൊക്കെ കാണും. ഞങ്ങൾ പവറായി ഉറങ്ങിയിരുന്നു. ഇതുവരെ പവറായി ഞങ്ങൾ ഉറങ്ങിച്ചപ്പോൾ. ഇവൾക്ക് ഇവിടെ ഒന്നും പറ്റിയിട്ടില്ല. ഞങ്ങളിവിടെ ഡ്രസ്സ് നോക്കണമെന്ന് ഇവൾക്ക് പറ്റിയിട്ടില്ല. ഇവൾക്ക് ടോയ്സ് വേണം, അതേപോലെ തന്നെ എന്താ ഓരോരോ കാര്യങ്ങൾ കാണണം. അങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കണുണ്ടായിരുന്നില്ല കേട്ടോ മൂന്നാളും. പിന്നെ നെയ്സ് വേണമെന്നുണ്ടെങ്കിൽ തെറ്റിയേനു. ഇവളെക്കാളും തെറ്റിക്കണ നെയ്സ് വേണം. ഒക്കെ പിന്നെ ഷോക്സ് വേണമെന്ന് പറഞ്ഞു കേട്ടോ എന്നോട്. അപ്പോൾ അവൾ ആ ഷോക്സ് ഞങ്ങൾക്ക് പാകല്ലേ കുട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ കൊടുന്നിട്ടവളെ. സത്യം പറഞ്ഞാൽ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. നെസ്റ്റോൻ്റെ പ്രൊമോഷനൊന്നും അല്ല ഇട്ടത്, ഞങ്ങൾ പോയപ്പോൾ കണ്ടതാണ്. അങ്ങനെ ഏറെക്കുറെ കുട്ടികളെ സെക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നോക്കണത് ഞങ്ങളുടെ സെക്ഷൻ മാത്രമാണ്. കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മളെ ഡ്രസ്സ് വേണമല്ലോ. അത് ഞങ്ങൾ ഡ്രസ്സ് നോക്കണമൊന്നും ഇവർക്ക് പറ്റിയിട്ടില്ല. ഇവലിതാ അവിടെയും ഇവിടെയും പോയി നോക്കിക്കാണ്. കണ്ടോ ലൈറ്റുമ്മലൊക്കെ ഒന്ന് തൊട്ട് കളിച്ച്. നമുക്ക് പറ്റിയ സെക്ഷനല്ല ഗൈസ്. അപ്പം ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് പറ്റിയ സെക്ഷനിലേക്ക് പോകുന്നത്. ഇതാണ് ഗൈസ്. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് പർച്ചേസ് ജസ്റ്റ് എല്ലാ കാര്യങ്ങളൊന്നും നോക്കി വെക്കാം. എടുക്കണമെന്നില്ല, എടുക്കാൻ പോകണമെന്നില്ല, ഞാൻ ജസ്റ്റ് നോക്കി വെക്കാം. അങ്ങനെ ഫുഡ് കഴിക്കാൻ താഴത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വലിയ മുട്ടായി കൈക്ക പിടിച്ചത് കണ്ടത്. അപ്പോൾ പിന്നെ വാങ്ങി കൊടുക്കല്ലാതെ നിവർത്തി ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ചിട്ട് വാങ്ങി തരണം ഒരു കേൾക്കണില്ല. ഓരോ വിചാരം വേറെ വൈക്കിൽ കൂടി നമ്മൾ പോകുന്നതാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് അത് വാങ്ങിപ്പിച്ച് പിന്നെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ പിന്നെ ഒരു മധുരമുള്ള സാധനത്തിന് തന്നെ പറയണത്. അപ്പോൾ എന്തായാലും ഉമ്മച്ചിയെ എനിക്ക് പിസ്സ എന്ന് പറയണ്ടേനു. അപ്പോൾ അജിമോള് പിസ്സ എന്ന് പറഞ്ഞപ്പോൾ എനിക്കും വേണം പിസ്സ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാലും പിസ്സ ഈ നേരത്തെ തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇതാ ഇവിടെ അങ്ങനെ വന്നപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ നോക്കിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം? ഇവിടെയാണ് അൽഫാം ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഈ ഒരു ഭാഗത്താണ്. വന്നപ്പോൾ എല്ലാവരും ഈ സെക്ഷനിൽ തന്നെ നിൽക്കണം. അങ്ങനെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് ഗൈസ്. പിന്നെ ഡ്രാഗൺ ചിക്കൻ
അതൊക്കെ ഓർഡർ ചെയ്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും മധുരമുള്ള ഐറ്റംസോ അല്ലെങ്കിൽ സാലഡോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്നാണ്. അപ്പോൾ തന്നെ ഇതാ നെയ്സും അവിടെ തെറ്റി നിൽക്കുകയാണ്. ഈ പെൺകുട്ടി തെറ്റി നിൽക്കാൻ തന്നെ പണി. ഓള് വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓളെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കേനു. അങ്ങനെ പിന്നെ ഞങ്ങൾ സാലഡിൻ്റെ സെക്ഷൻ നോക്കിയപ്പോൾ പിന്നെ നമുക്ക് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സ്വീറ്റ് ഐറ്റംസാണ്, അതെന്തായാലും ഓല് വേഗം തിന്നും, ഫുഡ് കഴിക്കണം മുന്നേ തിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് മധുരമുള്ള ഐറ്റംസ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, ഫുഡ് കഴിക്കണ മുന്നേ എന്തായാലും വാങ്ങിയാൽ പിന്നെ നിങ്ങൾ അതേ കാലം തിന്നുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തെഫ്സി വേഗം എടുത്ത് തിന്നാൻ നിൽക്കണേ, പൈച്ചിട്ട് കണ്ണാണാൻ ചെയ്യാന്നാണ്ട് ഓള് പറയണത്. സത്യം പറഞ്ഞാൽ ഓള് പറഞ്ഞത് ശരി തന്നെ ആയിരുന്നു. അത് ഞങ്ങൾക്കെല്ലാം വിശപ്പേനു കേട്ടോ. 1:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചപ്പോൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കണ കുഴപ്പമുണ്ടായിരുന്നില്ല, ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല. റൈസ് കുറച്ചും കൂടി വേവാണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡ്രാഗൺ ചിക്കൻ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഞങ്ങൾ സ്വീറ്റ് ഐറ്റംസ് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആ ഐസ്ക്രീം തിരഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ സെക്ഷൻ എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അത് ചോദിച്ച് പോകണം കേട്ടോ. അവിടെ വന്നാൽ പിന്നെ ഒരു അന്തം വിടലാണല്ലോ, അത് വേറെ കാര്യം. പിന്നെ ഈ മാങ്ങൻ്റെ ഫേസുള്ള സാധനം അങ്ങനെ തന്നെയല്ല പറയാം, ഫേസ് കട്ടുള്ള സാധനം, റിയൽ മാംഗോ അല്ലല്ലോ അത്. അപ്പോൾ അങ്ങനെ തന്നെ മാംഗോൻ്റെ ഐസ്ക്രീം എന്ന് വേണമെങ്കിൽ പറയാം. അതന്നെ ഇനി ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോന്നൊന്നും അറിയില്ല. ഇവർക്ക് മാംഗോ കണ്ടപ്പോൾ പിന്നെ അത് മതി. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം തന്നെ കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ഐസ്ക്രീം തന്നെയാണ്. അങ്ങനെ അതൊക്കെ ബില്ലാക്കി ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണെന്ന് തോന്നുന്നില്ല ദിവസത്തെ. ഇന്നത്തെ ദിവസം അടിപൊളിയായി കഴിഞ്ഞു ഗൈസ്. എന്താ എനിക്ക് പറയാനുള്ളത്? എന്താ പറയാനേ, എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റല്ലേ ഇന്നത്തെ ദിവസം? സെറ്റേനു. പെരിന്തൽമണ്ണ ഒരു കോഴിക്കോട് അങ്ങാടിൻ്റെ പോലെ ആക്കി ഞങ്ങൾ. അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്തു തന്നിട്ടോ ഇവിടുത്തെ കുറച്ച് കുട്ടികൾ അല്ലേ, കുറച്ച് അനിയന്മാർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അടിപൊളി. ഞങ്ങൾ വീട്ടിൽ പോകണം ഗൈസ്, ഫോണിൽ ചാർജും തീരാനേക്കണു. പിന്നെ നെസ്റ്റോൻ്റെ അവിടുന്ന് ഓട്ടോ വിളിച്ചു നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബസ്സിൽ കയറിയാണ്ടിരുന്നു. നല്ല മഴയാണ് കേട്ടോ, പുറത്ത് നല്ല മഴയിന്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ യാത്ര ചെയ്യാൻ. മഴയത്ത് ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അതെനിക്കിപ്പം എന്താ മനസ്സിലായത് ഗൈസ്, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ പോണത് ദഫ്സിൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിലൊരു പന്നിടത്തേക്ക് തന്നെ തിരിച്ചു വന്നിക്കണു ഗൈസ്. ഞങ്ങൾ ഇവിടെ സ്റ്റേ ആണ് കേട്ടോ അല്ല നമ്മളെ. അപ്പം ഞങ്ങൾ തിരിച്ചെത്തിക്കണു. ഒരു സമയം 5 മണിയിലെ നമ്മളെ ചിറ്റി അടിച്ച് സിംഗിളായി പോകണം അല്ലേ നമ്മളെ. ഞങ്ങളൊന്നും കൂട്ടാൻ പാടില്ല. കണ്ടോ അവിടെ ഒരാളുണ്ടോ, അവിടെ ഒരാളിതാ നോക്കിക്കോ. അപ്പോൾ ആദ്യം തുറന്ന ഉള്ളിലേക്ക് ഇറങ്ങണം. ഞങ്ങളിന്ന് ഇവിടെ സ്റ്റേ ആണ്. നാളെ അജിമോളും കെഞ്ചി ഒരുമിച്ച് സ്കൂളൊക്കെ പോകുന്നത് അല്ലേ. കുഞ്ചി മഴയത്ത് മഴത്തേക്ക് ഇറങ്ങിയാണ്. ഇനി പനി വന്നാ അത് കൊണ്ടേക്കോണ്ടിട്ട് ഹോസ്പിറ്റലിക്ക്. ഒരാൾക്ക് പിങ്ക് കോട്ട് ഇട്ടപ്പോൾ മറ്റാക്കും പിങ്ക് വേണം. പിന്നെ അവസാനം സെറ്റാക്കി ഗൈസ്. ഇവിടെ ഒരു ചിറാപ്പും ചിരിയാലോ അയക്കില്ല. ഞങ്ങളിത് ഇവിടെ പോസ്റ്റ് കട്ട പോസ്റ്റാണ് ഗൈസ്. ഇവലൊക്കെ മാറി ജനിച്ചാ മതി. നെയ്സ് ഇറങ്ങിക്കണോട്ടോ. ഈ 2 പെമ്പർന്നോത്തിയാളെ കരഞ്ഞ് സീനാക്കി ഇവിടെ നിൽക്കണം എന്നാണ് കേട്ടോ സിമോള്. മറ്റോളോളെ നിർത്താനും അങ്ങനെ കരഞ്ഞ് സീനാക്കി എന്നിട്ട് സ്റ്റേ ആയിട്ട് ഞങ്ങൾ രണ്ടാളും മാറ്റിട്ടോ സെറ്റായി. ബട്ടർഫ്ലൈ വാ വാ വാ. അതയിലുണ്ടോ ഇല്ലേ? ഫോട്ടോ എടുക്കണേ നിങ്ങളെ. വലിയ ആനനെയും പൂച്ചനെയും കിട്ടുട്ടോ നീ അവിടെ. വണ്ടി വരാൻ കുറച്ച് സമയം കൂടി ഉള്ളു. ബസ്സിനാ പോയിട്ടോ. കേന്ദ്രന്റെ വീട്ടിക്കാന്നപ്പോ ഇവിടെ ബസ് വരുള്ളൂ, ഓട്ടോറിക്ഷ വരുള്ളൂ. അതുകൊണ്ട് ഓട്ടോറിക്ഷക്ക് പോവാണ്. കൊണ്ടുപോലേ ഓട്ടോറിക്ഷ സ്ഥലം ഉണ്ടാവുമോ? 2 സീറ്റ്
ആ പിന്നെ ഡിക്കിയിൽ സീറ്റ് ഉണ്ട് ഇല്ല ഡെയിലി സ്കൂൾ ബസ് പോണ അസിമോൾക്ക് ഓട്ടോറിക്ഷ കയറിയപ്പോൾ ഭയങ്കര സന്തോഷമായിക്കണം കേട്ടോ. കെഞ്ച ഓട്ടോയിലാണ് പോകല്, അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോയിലാക്കി. ഒരു ദിവസത്തെ കാര്യമല്ലേ എന്ന് വിചാരിച്ച് ഓട്ടോയിൽ പറഞ്ഞു വിട്ടു. ഞാൻ ഇവിടുന്ന് പോവാണ്. ഞാൻ ഇവിടുന്ന് പോവാണ്. അപ്പോൾ നാട്ടി വിടാണ് ഗൈസ്. ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോണ്. അവിടുന്ന് ഒരു സാധനമൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ പിന്നെ നേരെ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് നമ്മൾ വരും. ഓക്കെ. ഇയാൾ നോട്ടം കണ്ടെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോണ സങ്കടമാണ് കാണുന്നത്. എന്നോട് തെറ്റിക്കാണ്ട് ഉള്ളിലേക്കാണ്ട് പോയിട്ട് പിന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. ഞാൻ കുറേ നോക്കി ടാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓളു പിന്നെ നോക്കിയാൽ തന്നെ ഇല്ല. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് പോയി അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് ഞാൻ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഉമ്മാൻ്റെ ഫുഡൊക്കെ അമ്മ സെറ്റാക്കി നമുക്ക് കവറിലൊക്കെ ആക്കി തന്നിക്കണേ. ഞാൻ പോന്നപ്പോൾ ഒരു കവർ ഉണ്ടായിട്ടുള്ളൂ, പക്ഷേ ഇമ്മാൻ്റെ അടുത്ത് എത്തിയപ്പോൾ 2 കവറായിട്ടത്. അങ്ങനെ ഞാനിതാ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ ഓട്ടോക്കാക്ക എന്നോട് ചോദിച്ചു, എന്താ എൻ്റെ മുഖം വല്ലാതിരിക്കണേന്ന് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് പോകുന്ന പൗതി എത്തിയപ്പോൾ തന്നെ തെഫ്സിൻക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ നെയ്സു ഭയങ്കര കരച്ചിലാണ് ഈ പോയിട്ട് പറഞ്ഞിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിക്ക്, എനിക്കും തന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ ഒട്ടകാക്കനോട് പറഞ്ഞു, ഞാനിപ്പോൾ അവിടുന്ന് പോകുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇരിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ കാക്ക എന്നോട് പറഞ്ഞു, ഈ ഇന്നലെ പോയപ്പോൾ ഒക്കെ ഭയങ്കര ഇതേനല്ലോ, അപ്പോൾ വന്നപ്പോൾ എന്താ എനിക്ക് ഇത്ര ഇത്, എൻ്റെ ഫേസ് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, അങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്നൊക്കെ പറയണേന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സങ്കടമൊന്നുമില്ല, നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോഴുള്ളൊരിത്, നമ്മൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്നാണ്ട് ഇങ്ങനെ പോരുമ്പോഴുള്ളൊരിത് അത്രേ ഉള്ളൂ പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഞാനിങ്ങനെ ഇങ്ങനെ വാ തോരാതെ സംസാരിച്ചുകൊണ്ട്. അപ്പം നിങ്ങൾ വിചാരിച്ചും വേറെ എന്തോ അന്താരാഷ്ട്ര കാര്യം പറയണമെന്ന്. അതൊന്നുമില്ല ഗൈസ്, നമ്മൾ പൊതുവെയുള്ള കാര്യങ്ങൾ സംസാരിച്ചതാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.